നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 485 485. നാരായണ 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 നാരായണ. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 485. ശ്രീരാമചരിതം ഭാഗം 2, അതായത് 225 സർഗം. അതിൽ 21 ശ്ലോകമാണ് പറഞ്ഞ് നിർത്തിയത്. ദിക്കെങ്ങും എത്തിയിടും ഇവൻ്റെ കീർത്തി പുകഴ്ത്തിയിടും പുണ്യസദസ്സിൽ ഇന്നും മുനീന്ദ്രർ ഇന്ദ്രാദ്യർ നമസ്കരിക്കും ആ രാമചന്ദ്രൻ വിജയിപ്പൂ മണ്ണിൽ. ശ്രീരാമചന്ദ്രസ്വാമി വിജയിച്ചാലും ശ്രീരാമചന്ദ്ര ചക്രവർത്തി വിജയിച്ചാലും എങ്ങനെയായാലും കുഴപ്പമില്ല. ദിക്കെങ്ങും എത്തിയിടും ഇവൻ്റെ കീർത്തി. ഇന്നെന്ന ഭാഗമെന്നില്ല, എല്ലാ സ്ഥലങ്ങളിലും പുകഴ്ത്തിയിടും പുണ്യസദസ്സിൽ ഇന്നും. 4 കോടി സദസ്സിലെ സത്സംഗാണോ ശ്രീരാമചരിതം പറയാതേണ്ടി വരില്ല. മുനീന്ദ്ര, ഇനി നമ്മൾ മനുഷ്യന്മാർ പറഞ്ഞില്ലെങ്കിലും ഋഷീശ്വരന്മാർ പറയാതേണ്ടിരിക്കില്ല. മുനീന്ദ്രർ ഇന്ദ്രാദ്യർ നമസ്കരിക്കും. ഇന്ദ്രൻ മുതലായിട്ടുള്ള ആൾക്കാർ സദാ നമസ്കരിക്കും ആ രാമചന്ദ്രൻ വിജയിപ്പൂ മണ്ണിൽ. അതായത് ഈ രാമായണം ഭാഗവതം ഒക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിപ്പിക്കുമ്പോൾ 2 ശബ്ദങ്ങൾ അനവരതം എണ്ണധാര പോലെ മുഴങ്ങി കേൾക്കണം. നമ നമ ജയ ജയ, നാരായണ ജയ നാരായണ ജയ, നാരായണായ നമ നാരായണായ നമ. ശ്രീരാമ ജയ ജയ, ശ്രീരാമഭദ്ര ജയ ജയ. അതേമാതിരി ശ്രീരാമചന്ദ്ര നമ. ശ്രീരാമചന്ദ്ര സ്വാമിക്ക് നമോഭാഗം, നമസ്കാരം. നമശബ്ദം ജയശബ്ദം, ഇത് രണ്ടും. ഇനി നമ്മൾക്ക് 22ലേക്ക് ശ്ലോകം 22ലേക്ക് വരിക. കാണാൻ തൊടാൻ കൂടെ നടന്നിടാൻ അങ്ങൊപ്പം വസിപ്പാനും മുര ചെയ്തു കേൾപ്പാൻ ഭാഗ്യം ലഭിച്ചുള്ളവർ ഒക്കെ നേടി യോഗിക്കെഴും സ്ഥാനം അയോധ്യയിങ്കൽ. അയോധ്യ നഗരിയിൽ ശ്രീരാമചന്ദ്രൻ യുവ രാജാവായിരിക്കുമ്പോഴും, അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രസ്വാമി രാവണ നിഗ്രഹം കഴിഞ്ഞ് എന്താണെന്ന് പറയുക, അയോധ്യയിൽ വന്ന് സിംഹാസനോരോഹിതനായിട്ട് ശ്രീരാമ പട്ടാഭിഷേകം കഴിഞ്ഞിട്ടും എത്ര വർഷം അദ്ദേഹം രാജ്യം ഭരിച്ചു? അത്രയും വർഷം. കാണാൻ തൊടാൻ കൂടെ നടന്നിടാനും അങ്ങൊപ്പം വസിപ്പാനും ഉര ചെയ്തു കേൾപ്പാൻ ഭാഗ്യം ലഭിച്ചുള്ളവരൊക്കെ നേടി യോഗിക്കെഴും സ്ഥാനമയോധ്യയിങ്കൽ. ഈ ഒരു 4 വരി വളരെ അപ്റ്റാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇപ്പോൾ നമ്മൾ ഈ 5 കൊല്ലം ഈ പാർലമെൻ്ററി ഇലക്ഷനൊക്കെ വരുമ്പോൾ ചിലവർ ജയിച്ചങ്ങോട്ട് പോവും, പിന്നെ ആ വഴിക്ക് വന്നിട്ടുണ്ടാവില്ല. 5 കൊല്ലത്തിലൊരിക്കലെങ്കിലും ഈ കോൺസ്റ്റിറ്റ്യുവൻസി തൻ്റെ മെമ്പർ ഓഫ് പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നിട്ടുണ്ടാവില്ല. ഇവിടെ അങ്ങനെയല്ല. ശ്രീരാമചന്ദ്രസ്വാമീനെ കാണാനും തൊടാനും കൂടെ നടന്നിടാനും ഒപ്പം ഇരിക്കാനും ഭാഗ്യം ചെയ്തിട്ട ആൾക്കാരായിരുന്നു എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞു പിന്നെ പറയണു, ശ്രീരാമചന്ദ്രൻ്റെ കഥാമൃതത്തിൻ മാധുര്യം അമ്പേന്തി നുകർന്നിടുന്നോൻ. അമ്പ് ഏന്തി, അതായത് അശസ്ത്രം എന്നുള്ള അർത്ഥത്തിലല്ല, പിന്നെയോ ദയ, കാരുണ്യം, സ്നേഹം, ആദരവ്.
ശ്രീരാമചന്ദ്രൻ്റെ കഥാമൃതത്തിൻ മാധുര്യം അമ്പേന്തി നുകർന്നിടുന്നോൻ സത്സംഗ സൗഭാഗ്യ വിരക്തി ഭക്തിയാദിയാർന്ന മേന്മേലതി ഭാഗ്യവാനാം. അവിടെ നമ്മളെ കുഴക്കുന്നൊരു ഒരു വാക്കുണ്ട്. എന്താ സത്സംഗ സൗഭാഗ്യം. സത്സംഗ സൗഭാഗ്യം. അവിടെ പോയാൽ എന്താ പറയുക, പഞ്ചാര പായസം കൂട്ടി ഊണ് കഴിക്കാമെന്നല്ല പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞത്? സൗഭാഗ്യം, വിരക്തി, ഭക്തിയാദിയാർന്ന്. ഭക്തിജ്ഞാന വൈരാഗ്യം. അത് ഇവിടുന്ന് ആദ്യം വൈരാഗ്യത്തിൽ നിന്നാണ് പിടിച്ചത്. വൈരാഗ്യം, ഭക്തി, പിന്നെന്താ, ജ്ഞാനം. ഇത് മൂന്നും കിട്ടിയിട്ടില്ലെങ്കിൽ സത്സംഗം ഫ്ലോപ്പായി എന്നർത്ഥം. അതിപ്പോൾ പിന്നെ സത്സംഗം ഏതായാലും ശരി, ഒരു സത്സംഗം നടന്നാൽ അവിടെ എന്തുണ്ടായിരിക്കണം? സൗഭാഗ്യ വിരക്തി ഭക്തി ആദിയാർന്ന്. ജീവിതത്തിൽ വിരക്തി തോന്നണം. ഇപ്പോൾ പിന്നെ വളരെ സിമ്പിൾ തിങ് എന്താ, സംസാരസാഗരേ മഗ്നം. എല്ലാവർക്കും മൂലശ്ലോകം കാണാൻ പാടാം, പക്ഷെ എന്താ സംസാരം എന്നുള്ളത് അറിയില്ല. ചോദിച്ചു നോക്കിക്കോളൂ, നിങ്ങൾ സ്വയം ചോദിക്കൂ നിങ്ങളോട് ഓരോരുത്തരും. സംസാരം എന്ന് പറഞ്ഞാൽ എന്താ? ജനന മരണങ്ങളാകുന്ന കാലചക്രപ്രവാഹത്തിൽ പെട്ട് നട്ടം തിരിയുന്നതിനാണ് സംസാരം എന്ന് പറയാം. അപ്പോൾ എന്ത് വേണം? സംസാരസാഗരേ മഗ്നം. സംസാരസാഗരത്തിൽ മുങ്ങിക്കിടക്കുന്നവർക്ക് എന്ത് വേണം? മോക്ഷം വേണം. എങ്ങനെയാണ് മോക്ഷം ഉണ്ടാവുക? ഹൃദയഗ്രന്ഥി വിഭേദിനി. ലളിതാ സഹസ്രനാമം വായിക്കുക, അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം വായിക്കുക. ഹൃദയഗ്രന്ഥി വിഭേദിനി, അതായത് ആശാപാശ വിമോഹിത. ആശകളിൽ നിന്നും പാശങ്ങളിൽ നിന്നും മേലെയായിരിക്കണം. അതാണ് ഭാഗവതം ഉച്ചസ്ഥരം പറയുന്നുണ്ട്. പുത്രേഷണ ധാരേഷണ അർത്ഥേഷണ. പുത്രേഷണ, മക്കളില്ല, അല്ലെങ്കിൽ മക്കളുണ്ട്, വേണ്ട പോലെ ആകില്ല. ഇപ്പോൾ ഇന്നലെ കാസർഗോഡ് എവിടെയോ ഒരച്ഛനെ മകൻ നിർദാക്ഷിണ്യം അടിച്ചും ചവിട്ടിയും കൊന്നു. അപ്പോൾ പിന്നെ എന്താ പറയുക, മരണാനന്തരം ഒരു ഇതുണ്ടല്ലോ, പോസ്റ്റ്മോർട്ടം. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ചവിട്ട് കൊള്ളാത്ത ഭാഗമില്ല എന്നാണ്. ജസ്റ്റ് ഇമാജിൻ. അദ്ദേഹത്തിൻ്റെ ശരീരഭാഗങ്ങളിൽ മകൻ്റെ ചവിട്ട് കൊള്ളാൻ ഇനി ബാക്കി സ്ഥലമൊന്നുമില്ല. ഇത് ഏത് കാലത്താണ് നടക്കുന്നത്? ഞാൻ വളരെ വിഷമിച്ചും കൊണ്ടാണ് നിങ്ങളോട് ഈ ചോദ്യം ചോദിക്കുന്നത്. നമ്മൾക്കൊക്കെ കുട്ടികളുള്ളവരുണ്ട്. അപ്പോൾ എന്തിൻ്റെ കുറവാണ് നമ്മൾക്ക് എന്ന് ചോദിച്ചാൽ ആധ്യാത്മികതയുടെ കുറവ്. എത്ര കുടുംബത്തിൽ സന്ധ്യാനാമം ചെല്ലുന്നുണ്ട്, എത്ര കുടുംബങ്ങളിൽ ആഹാരം എല്ലാവരും ഒപ്പം ഇരുന്ന് കഴിക്കുന്നുണ്ട്, ആഹാരത്തിൻ്റെ മുമ്പ് പ്രാർത്ഥിക്കണ എത്ര ആൾക്കാരുണ്ട്. അന്നം ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കിയുള്ള അച്ഛനമ്മമാർ എത്രയുണ്ട്. അന്നം ബ്രഹ്മമാണെന്ന് കുട്ടികളെ മനസ്സിലാക്കിയിട്ടുള്ള അച്ഛനമ്മമാർ എത്ര ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് വലിയൊരു ഇഷ്യൂ ആണ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? സത്സംഗം സൗഭാഗ്യ വിരക്തി ഭക്തിയാർന്ന് മേന്മേൽ അതിഭാഗ്യവാനാം. ഭ്രാതാക്കൾ, സഹോദരന്മാർ, രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർ, നാട്ടാരോടും ഏതുമട്ടിൽ മഹേന്ദ്രൻ പെരുമാറി രാമൻ തന്മേലവർക്ക് ഈശ്വര ബുദ്ധിയല്ലീ. മഹേന്ദ്രൻ പെരുമാറി രാമൻ തന്മേൽ അവർക്ക് ഈശ്വര ബുദ്ധിയല്ലീ. നൃപന്റെ ചോദ്യത്തിൻ ഋഷീന്ദ്രനോദി. എങ്ങനെയാണ് ഈ 4 സഹോദരന്മാരും അല്ലെങ്കിൽ പ്രജകളും കൂടിയിട്ടുള്ള സംവാദം എങ്ങനെ നടത്തിയിരുന്നത്? അപ്പോൾ ചോദ്യം വന്നു ഉടനെ, അവർക്ക് ഈശ്വര ബുദ്ധി അല്ലേ? അപ്പോൾ തന്നെ നൃപൻ്റെ ചോദ്യത്തിന് മറുപടി പറയണു. അതാണ് ഇന്നത്തെ ശ്ലോകത്തിലെ
സഹോദരന്മാർകളെ ദിഗ്ജയത്തിനയച്ച മാതാക്കളോട് ആജ്ഞ വാങ്ങി വിശേഷൻ അവർ അമ്പാർന്നെഴുന്നള്ളി മന്ത്രിമാരൊത്ത് അയോധ്യാപുരി കണ്ടുപോരാൻ. സഹോദരന്മാർകളെ ദിഗ്ജയത്തിനയച്ച് മാതാക്കളോട് ആജ്ഞ വാങ്ങി വിശേഷൻ അമ്പാർന്നെഴുന്നള്ളി മന്ത്രിമാരൊത്ത് അയോധ്യാപുരി കണ്ടു പോരാൻ. കരീന്ദ്രർദ്ധൻ വാർമത നിർനനഞ്ഞ ഒരു സംഗീതാത്മകല്ല, പക്ഷെ പൊയറ്റിക് ലാംഗ്വേജ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. കരീന്ദ്രൻ തൻ മതമാർന്നീർ നനഞ്ഞ. കരീന്ദ്രൻ എന്ന് പറഞ്ഞാൽ വലിയ ആന. ആ വലിയ ആന തൻ മതനീര് നനഞ്ഞ മാർഗങ്ങളെല്ലാം പനിനീർ തെളിച്ച്. ഈ ദിഗ്വിജയത്തിന് ആനാതേര് കാലാള രഥം ഇല്ലേ? അപ്പോൾ ഈ ആനയുടെ മതനീരിനൊരു ഗന്ധമുണ്ട്. ആ ഗന്ധം പോകത്തക്ക വിധത്തിൽ സെൻ്റടിച്ചു എന്നർത്ഥം. ഇനി എന്താ വേണ്ടത്? മാർഗങ്ങളെല്ലാം പനനീർ തെളിച്ച് കുളിർത്തു രാജം ഭവനം ഭരിക്കും രാജാവിനെ കണ്ടു തെളിഞ്ഞ പോലെ. മണിധ്വജം, മണി കെട്ടിയിട്ടുള്ള പിന്നെ എന്താന്നാ പറയുക, ധ്വജം. അതായത് ഏത് രാജ്യത്തെ രാജാവാന്ന് അറിയാനുള്ള കൊടിക്കൂറാന്നർത്ഥം. മണിധ്വജം പൂക്കുല പൂർണ്ണകുംഭം എങ്ങും വിധാനം കുലവാഴ മാല മിന്നുന്ന പൊന്മേടകൾ അമ്പലങ്ങൾ ഈ മട്ടയോധ്യാനഗരം വിളങ്ങി. അപ്പോൾ ഞാനവിടെ ആദ്യം ഇന്നലെ വായിക്കുമ്പോൾ 18-ാമത്തെ ശ്ലോകം 10-ാമത്തെ ശ്ലോകമായിട്ട് കൂട്ടി വായിക്കണം എന്ന് പറയണ്ടായി. ഇവിടെ 11ഉം 12ഉം അത് ഈ പേജിലല്ലേ ഇനിയും. എന്നാലും ഞാൻ എൻ്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ച രീതി ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇവിടെ 11ഉം 12ഉം എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ പറയണു. കാലത്തു പെറ്റാളിരുവരെ തൈ ക്രിയാതി ചെയ്താനുടനാശ്രമത്തിൽ കുശൻ ലവൻ പേരിവർ നൽകിയുള്ളം കൊളിർത്തു മോദിച്ചു മഹാമുനീന്ദ്രർ. ഈ ലവകുശന്മാർ വന്നപ്പോൾ അയാൾ ജനിച്ചപ്പോൾ എങ്ങനെയാണ് വാൽമീകി മഹർഷിക്ക് താല്പര്യം ഉണ്ടായത് എന്ന് പറയണ്ടായി. പിന്നെ അടുത്തത് എന്താണ്? 12. ആ മട്ടിൽ ഈ 2 കിടാങ്ങൾ 3 സഹോദരന്മാർക്കും അയോധ്യയിങ്കൽ പിറന്നൊര തക്ഷാദികൾ 6 പേരും വിളങ്ങി വാണാർ വലിയച്ഛനൊപ്പം. ശ്രീരാമചന്ദ്രസ്വാമിയോടൊപ്പമാണ് ഈ 3 സഹോദരന്മാരുടെ മക്കൾ വളർന്നത്. നേരെ മറിച്ച് വല്യച്ഛൻ്റെ 2 മക്കൾ എന്ത് ചെയ്തു? ആശ്രമത്തിലെ വാൽമീകിയുടെ കൂടെയാണ് വളർന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു എന്താണെന്നോ സിങ്ക്രോണൈസേഷൻ അതാണ് ഇവിടെ പറയുന്നത്. മിന്നുന്ന മേടകൾ അമ്പലങ്ങൾ ഈ മട്ടയോധ്യാനഗരം വിളങ്ങി വിശേഷ വസ്ത്രാഭരണങ്ങളാർന്ന ലക്ഷക്കണക്ക് ആളുകൾ കാഴ്ചയേന്തി. നമ്മൾക്കിവിടെ ഇപ്പോൾ അമ്പലത്തിൽ ഒരു 3 മാസം നോട്ടീസൊക്കെ കൊടുത്ത് കലവറ നിറയ്ക്കണം. ഇപ്പോൾ ഉത്സവമായിക്കോട്ടെ, പിന്നെ സപ്താഹം ആയിക്കോട്ടെ, നവാഹം ആയിക്കോട്ടെ, ഏറിക്കഴിഞ്ഞാൽ ഒരു 10-100 ആളൊക്കെ വന്നു വരും. ഓരോരുത്തർ അല്ലേ? ഒരാൾ തന്നെ മത്തനും കുമ്പളങ്ങയും കൈപ്പിടിക്കില്ല. ഒരാൾ മത്തൻ കൈപ്പിടിച്ചാൽ വേറെ ആൾ കുമ്പളങ്ങ, ഒരാൾ വെള്ളരി, അത്രയേ ഉള്ളൂ ഓരോന്ന്. അതിന് മീതെ ഏറ്റാനും വയ്യ, കൊടുക്കാനും വയ്യ. ഇവിടെ അങ്ങനെയല്ല. വിശേഷ വസ്ത്രാഭരണങ്ങളാർന്ന ലക്ഷക്കണക്കാളുകൾ കാഴ്ചയേന്തി. എത്ര? ലക്ഷക്കണക്കിന് അർത്ഥിച്ചു പാലിക്കുക ഇതങ്ങ് പണ്ടു സമദ്ധരിച്ചുള്ളതുമല്ലേ നാഥ. ഞങ്ങളെ എങ്ങനെയാണ് അങ്ങ് പരിപാലിച്ചിരുന്നത് അതേപോലെ ഇനിയും പരിപാലിച്ചോളാം. കാണേണ്ടും അത്യാഗ്രഹമാർന്നു പെണ്ണുങ്ങളും പുമാന്മാറുകളും ആ നൃപങ്ങൾ എല്ലാം മറന്നിങ്ങനെ മാളികയ്ക്കുമേൽ വന്നു പുഷ്പങ്ങൾ ചൊരിഞ്ഞു മേന്മേൽ. അവരവരുടെ മാളികപ്പുറത്ത് നിന്ന് ധാരാളം വർഷിച്ചു.
എങ്ങനെ കാണേണ്ടും അത്യാഗ്രഹമാർന്നു പെണ്ണുങ്ങളും പുമാന്മാർകളും ആ നൃപങ്ങൾ എല്ലാം മറന്നിങ്ങനെ മാളികയ്ക്കുമേൽ വന്ന് പുഷ്പങ്ങൾ ചൊരിഞ്ഞു മേന്മേൽ. ആ മട്ടിൽ ഇക്ഷ്വാകു തുടർന്ന പൂർവരാജാക്കൾ വാണിയിടന തന്നികേതം. തൻ്റെ രാജധാനി ഇക്ഷ്വാകു പ്രവരന്മാരാൽ അലങ്കരമായിട്ടുള്ളൊരു കാലമുണ്ടായിരുന്നു. ആ ഇക്ഷ്വാകു വംശത്തിൽ ഒരു കണ്ണിയാണല്ലോ ശ്രീരാമചന്ദ്രസ്വാമി. ആ മട്ടിൽ ഇക്ഷ്വാകു തുടർന്ന പൂർവരാജാക്കൾ വാണിയിടിന തന്നികേതം മിനുത്തുമിന്നും പവിഴങ്ങൾ കൊണ്ടു പടുത്ത കോലായ മനോഭിരാമം. മനസ്സിന് അഭിരാമം ഉണ്ടാക്കണത്. മിനുത്തുമിന്നും പവിഴങ്ങൾ കൊണ്ടു പടുത്ത കോലായ മനോഭിരാമം. സ്വർണങ്ങളും രക്തവും ഇത്രയാണെന്നോതിടുവാനാവുകയിൽ ഒരാൾക്കും. എത്രയാണ് സ്വർണം, എത്രയാണ് രത്നങ്ങൾ എന്നൊന്നും ഒരാൾക്കും പറയാൻ പറ്റില്ല. സ്വർണങ്ങളും രത്നവും ഇത്രയാണെന്നോതിടുവാനാവുകയിൽ ഒരാൾക്കും. ഖജാന ആ മട്ട് അത്രയും വലിയ ഭണ്ഡാകാരാണ്. നിലങ്ങൾ ഇന്ദ്രനീലം പതിച്ചെങ്ങും അതീവരമ്യം. നിലങ്ങൾ ഇന്ദ്രനീലം പതിച്ചെങ്ങും അതീവരമ്യം, വളരെയധികം ശോഭയാർന്നിട്ടുള്ളതാണ് പറഞ്ഞത്. സ്തംഭങ്ങൾ വൈഡൂര്യമയങ്ങൾ. സ്തംഭങ്ങൾ, തൂണുകളൊക്കെ വൈഡൂര്യം പതിച്ചതാണ്. ആർക്കും കണ്ണാടി വേണ്ടാത്ത പളുങ്കു ഭിത്തി. കണ്ണാടി നോക്കേണ്ട ആവശ്യമില്ല, ഭിത്തിയിൽ മുഴുവൻ പ്രതിബിംബം വരും. അത്രയും നല്ല രീതിയിലാണ്. കണ്ണാടി വേണ്ടാത്ത പളുങ്കു ഭിത്തി. അമൂല്യ വസ്ത്രാഭരണങ്ങൾ പൊന്നിൻ പാത്രങ്ങൾ വെച്ചിടും അങ്ങ് ഏറെ വെച്ചിടും അകങ്ങളേറെ. അതായത് ഈ കോലായുടെ ഹാളിലും കിച്ചണിലും അന്നപൂർണേശ്വരി ഹാളിലും ഒക്കെ എന്താണ് പൊന്നിൻ പാത്രങ്ങൾ വെച്ചിടുക അകങ്ങളേറെ. സാഹിത്യ സംഗീത മനോജ്ഞ സാമഗ്രിയാൽ വിളങ്ങിയിടും ഇടങ്ങൾ വേറെ. ഈ പൊൻപാത്രങ്ങൾ വയ്ക്കാൻ സ്ഥലമില്ലാത്ത സ്ഥലത്തൊക്കെ എന്താ സാഹിത്യ സംഗീത മനോജ്ഞ സാമഗ്രിയാൽ. ലൈബ്രറി, ധാരാളം വേദങ്ങളും ഉപനിഷത്തുകളും താലിയോള ഗ്രന്ഥങ്ങൾ എത്രയാന്ന് പറയാൻ വയ്യ. സാഹിത്യ സംഗീത മനോജ്ഞ സാമഗ്രികൾ, കൊട്ടാനും ആടാനും കൊട്ടാനും മേടാനും ഒക്കെയുള്ള എല്ലാ സാമഗ്രികളും വിളങ്ങിയിടും ഇടങ്ങൾ വേറെ. കാറ്റത്ത് പൊൻകിങ്ങിണിയൊച്ചയുണ്ടാക്കിയിടും കൊടിക്കൂറകൾ അങ്ങും ഇങ്ങും, ധാരാളം കൊടിക്കൂറകൾ. ശൗശീല്യം ഉൾത്തിങ്ങിയ ദേവതുല്യ ജനങ്ങളും ഉത്സാഹികൾ പുണ്യവാന്മാർ. കാര്യങ്ങൾ അന്വേഷിക്കാൻ ഉത്സാഹത്തോടുകൂടി വളരെയധികം ആൾക്കാർ. സൗശീല്യ, അല്ലാണ്ട് എന്താ ഇങ്ങോട്ട് നോക്കണേ, എന്താ അവിടെ തൊട്ട് നോക്കിയോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരിതല്ല. ശൗശീലന്മാരാണ് എല്ലാവരും. പ്രശ്നമുണ്ടാകും. ചില സ്ഥലത്ത് ഉണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഈ കുട്ടികൾ ഇല്ലാത്ത വീട്ടിൽ ജീവിച്ചവർക്ക് കുട്ടികളുടെ കളിതാമാശകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വരില്ല. അത് അവരുടെ ഒരു ജീവിത രീതിയാണ്. അല്ലെങ്കിൽ അവിടെ തുടരുത് ഇവിടെ തുടരുത് എന്നൊക്കെ പറയും. ഒക്കെ നോക്കി കണ്ടോളൂ, ഊണ് കഴിച്ചിട്ട് പോവാം. അതൊന്നും തൊട്ട് നാശാക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ അവർ എന്ത് തന്നാലും അത് കഴിക്കാൻ നമുക്ക് തോന്നുമോ? ഈ കുട്ടികൾ അച്ഛനമ്മയ്ക്ക് തോന്നുമോ? ചോദിച്ചതിന് സമാനം പറയണം. ഞാനൊരു എന്താണെന്നാ പറയുക, വായ തോന്നിയത് കോതയ്ക്ക് പാട്ട്, അങ്ങനെയല്ല. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കണത്. അതിന് നിങ്ങൾ ഉത്തരം മനസ്സിൽ കാണണം. അപ്പോൾ ഇവിടെ പറഞ്ഞു, ശൗശീലം മുൾത്തിങ്ങിയ ദേവതുല്യഞ്ജനങ്ങൾ ഉത്സാഹികൾ പുണ്യവാന്മാർ വിനീതർ വാഴും പുരമാകെ നോക്കി മടങ്ങി മോദിച്ചു മഹാനുഭാവൻ. എല്ലാവർക്കും വളരെ സന്തോഷം ഉണ്ടാക്കുന്ന രീതി. സമൃദ്ധി ഉൾത്തിങ്ങിയ രാജധാനി. എത്ര ശതമാനമാണ് ശ്രീരാമചന്ദ്ര സ്വാമിയുടെ സമയത്ത് അയോധ്യാപുരി അറ്റ് ഇറ്റ്സ് പീക്ക്
ഏറ്റവും ഉയർന്ന നിലയിൽ സമൃദ്ധിയുൾ തിങ്ങിയ രാജധാനി അണഞ്ഞുടൻ തൻ പ്രിയ സീതയോടും മോദിച്ചു വാണാൻ വിജിതേന്ദ്രിയന്മാർക്കാരാധ്യനാം ശ്രീ രഘുരാമചന്ദ്രൻ. വിജിതേന്ദ്രിയന്മാർ എന്ന് പറഞ്ഞ അർത്ഥം ഇന്ദ്രിയങ്ങളെ ജയിച്ചവരെ എന്നർത്ഥം. അല്ലാതെ കണ്ട് അത് വേണം ഇത് വേണം എന്ന് ഒത്താശ ചോദിക്കാൻ വന്നവരല്ല. ഋഷീശ്വരന്മാർ, ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വന്നിട്ടുള്ള ആൾക്കാർ. അങ്ങനെയാണ് സമൃദ്ധിയുൾ തിങ്ങിയ രാജധാനി അണഞ്ഞുടൻ തൻ പ്രിയ സീതയോടും മോദിച്ചു വാണാൻ വിജിതേന്ദ്രിയന്മാർക്കാരാധ്യനാം ശ്രീ രഘുരാമചന്ദ്രൻ. ഇനി 36ാമത്തെ ശ്ലോകത്തോടു കൂടിയിട്ട് രാമചരിതം, രാമായണം കഥ പാർട്ട് 2 അവസാനിക്കുകയാണ്. ധർമ്മത്തിൽ നിന്നേതു മനങ്ങിടാതെ, നമ്മളൊക്കെ ശ്രദ്ധിക്കണം, ധർമ്മത്തിൽ നിന്നേതു മനങ്ങിടാതെ രാജ്യം ഭരിച്ചമ്പോടനേക വർഷം സുഖിച്ചു വാണാൻ മഹനീയരായോർക്കുപാസ്യമാം ശ്രീപദപത്മമാർന്നോൻ. ശ്രീപദപത്മമാർന്ന ശ്രീരാമചന്ദ്രസ്വാമി. അപ്പോൾ അവിടുത്തെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? സുഖിച്ചു വാണാൻ മഹനീയരായോർക്ക് ഉപാസ്യമാം, മഹനീയന്മാർക്ക്, മഹത്തുക്കൾക്ക് ഉപാസ്യനായിരിക്കുന്ന ശ്രീരാമചന്ദ്രസ്വാമി എന്നർത്ഥം. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ വിഭൂതി കാണ്ഡേ പംസവിംശോത്തമ വിശതതമ സർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇനി 226 ഇക്ഷ്വാകുവംശ സംക്ഷേപം. ഇക്ഷ്വാകുവംശത്തിനെ സംക്ഷേപിക്കാം. എന്താ 1ാമത്തെ ശ്ലോകം? കുശന്റെ പുത്രൻ അതിഥി പൗത്രാദിർ നിഷിധൻ നഭൻ പുണ്ടരികൻ ക്ഷേമധന്വാവ് ഇവരെല്ലാം ക്രമത്തിലാം. ഒന്നിൻ്റെ താഴെ ഒന്ന്. കുശന്റെ പുത്രൻ അതിഥി പൗത്രാദിർ നിഷിധൻ നഭൻ പുണ്ടരീകൻ ക്ഷേമധന്വാവ് ഇവരെല്ലാം ക്രമത്തിലാം. ദേവാനീകൻ അനീഹാഖ്യൻ പാരിയാത്രൻ ബലൻ സ്ഥലൻ സൂര്യാംശമാം വജ്രനാഭൻ തന്മകൻ ഗണകാഖ്യനാം. അവൻ്റെ പുത്രൻ വിധൃതി തന്മകൻ യോഗസിദ്ധനായി ഹിരണ്യനാഭൻ പേർ കൊണ്ട യോഗി ജൈമിനി ശിഷ്യനാം. ജൈമിനിയുടെ ശിഷ്യന്മാരായിട്ട് ആ മഹാൻ അഭ്യസിപ്പിച്ചാൻ കൗസല്യൻ യാജ്ഞവൽക്യനെ അധ്യാത്മശാസ്ത്രം മഹിതം ഹൃദയഗ്രന്ഥിഭേദനം. ഹൃദയഗ്രന്ഥിഭേദനം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ സൂക്ഷിക്കാനുള്ളതല്ല. പിന്നെ എവിടെ സൂക്ഷിക്കണം പറയാം. ജീവാത്മാ പരമാത്മ ഐക്യം മനസ്സിലല്ല. പിന്നെന്താ? പരമാത്മാവ് എവിടെ വസിക്കണത്? ചിതാകാശ ഗുഹയിൽ, ചിത്തിൽ. അപ്പം ചിത്തിൽ ഉള്ള ചൈതന്യത്തിനെ അനുസന്ധാനം ചെയ്യാൻ സാധിക്കണം നമ്മൾക്ക്. ഭാഗവതത്തിൻ്റെ ഉദ്ദേശം എന്താ? സംസാരസാഗരത്തിൽ കുടുങ്ങാതെ കണ്ട്, അല്ലേ? അതിപ്പോഴത്തെ ആൾക്കാർക്ക് അറിയില്ല. ഉണ്ടെങ്കിൽ അവർ ഈ അവിൽക്കിഴി വെക്കണം എന്നൊന്നും പറയില്ല. അവിൽക്കിഴി വെക്കണം എന്ന് പറഞ്ഞത് കുചേലനെ പോലെ സമ്പത്ത് ഉണ്ടാവാന്നൊക്കെയാണ് ധ്വനി. അതൊക്കെ തെറ്റാണ്. ഇവിടെ മോക്ഷമാണ്, മോക്ഷേശുക്കൾക്കാണ് ഭാഗവതം. ഈശ്വരീയത എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര വ്യത്യാസമില്ലാതെ കണ്ട് എല്ലാവർക്കും മോക്ഷം കിട്ടണം. ധർമാർത്ഥ കാമ മോക്ഷം കിട്ടണം. അതുകൊണ്ടാണ് പറഞ്ഞത് ഹൃദയഗ്രന്ഥി ഭേദനം. പിന്നെ ക്രമത്തിൽ പൃഷാഖ്യൻ ധ്രുവസന്ധി സുദർശനൻ അഗ്നിവർണ്ണൻ നൃപൻ അഗ്നിവർണ്ണ നൃപൻ ശീഘ്രൻ തന്മകൻ മരുഭൂപനാം കലിതൻ അന്തകാലത്ത് സൂര്യവംശം നശിക്കലും കലിതൻ അന്തകാലത്ത് സൂര്യവംശം നശിക്കലും വീണ്ടും വളർത്തും ആ യോഗി കലാപഗ്രാമവാസിയാം. കലാപഗ്രാമവാസി. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഉള്ളതൊക്കെ നശിക്കും. അപ്പോൾ ഈ വംശങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. ഉള്ളതേതാ? ആത്മാവ്.
പരമാത്മാവ് അത് നശിക്കില്ല. ശരീരം നശിക്കും, വംശങ്ങൾ നശിക്കും. അപ്പോൾ പ്രസുശ്രുതാക്യൻ തൻപുത്രൻ സന്ധി, പിന്നെ അമർഷണൻ മഹസ്വാൻ വിശ്വസാഹ്വാക്യൻ, പിന്നെ മൂന്നാളുകൾ മാത്രമാം. ആരത്? പ്രസേനജിത്ത് അവൻ പുത്രൻ തക്ഷകാക്യൻ, അവൻ മകൻ ബൃഹൽബലൻ, പോരിൽ നിന്റെ അച്ഛനാൽ ഹതനായവൻ. വംശവിസ്താരം. ഇവരെല്ലാം കഴിഞ്ഞുള്ളോർ വരാനുള്ളോരെ യോതിടാം. ഇനി ആരൊക്കെയാണ് ഇക്ഷ്വാകു വംശത്തിൽ വരാനുള്ളത്? ബൃഹൽബലൻ, പിന്നെ ബൃഹദ്രണൻ, പിന്നെ ഉരുക്രിയൻ, വത്സവൃദ്ധൻ, പ്രതിവോമൻ, ഭാനു തൻ മകൻ എത്രയും വീരനാം ദേവസേനാനി ദിവാകൻ, സഹദേവനാം തന്മകൻ ബൃഹദ്ദശാഖ്യൻ, തൽപുത്രൻ പിന്നെ ഭാനുമാൻ, പ്രതീകാശൻ സുപ്രതീകൻ മരുദേവനും, അങ്ങനെ സുനക്ഷത്രൻ പുഷ്കരാന്ധൻ പുഷ്കരാന്തരിക്ഷരും സുതപസ്സുമാം. അമിത്രജിത്തും പിന്നീട് ബൃഹദ്രാജാഖ്യഭൂപനും, ബർഹിസാം പിന്നെ തൻ പുത്രൻ കുരുഞ്ജയനവൻ മകൻ. വരാൻ പോകുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. രണജയൻ തൻ മകനാം സഞ്ജയാക്യൻ്റെ പുത്രനാം, സഞ്ജയൻ എന്നുള്ള പേരുടെ മകൻ. ശാക്യൻ പിന്നീട് ശുദ്ധോദൻ തൻ മകൻ ലാംഗലാഖ്യനാം, പ്രസേനജിത്തവൻ പുത്രൻ ശുത്രകൻ പിന്നെയുള്ളവൻ. രണകൻ തൻ മകൻ പിന്നെ സുരഥാക്യൻ ഒടുക്കമാം. അതിൽ ഏറ്റവും അവസാനം വരാൻ പോണത് സുരഥൻ എന്നുള്ള ആളാണ്. സുമിത്രഭൂപാലക നീവിധം ബാൽഹബാലാന്വയം, ഒരുവിധം ഉര ചെയ്തേൻ ഞാൻ ഇക്ഷ്വാകു നൃപാല വംശസംക്ഷേപം, കലിയിൽ നശിച്ചിടിലും ഇത് വീണ്ടും വിലസം കൃതം തുടർന്നിടിൽ. ഇവിടെ സത്യസന്ധമായിട്ടൊരു കാര്യം, ഈ കലികാലം കഴിഞ്ഞാൽ പിന്നെ ഏതാ ഉണ്ടാവുക? കൃതയുഗ. അപ്പോൾ ഇതോടുകൂടി അവസാനിക്കണില്ല. പിന്നെന്ത് ചെയ്യും? കൃതയുഗത്തിൽ ഇവർ തുടരും. അതുകൊണ്ടാണ് പറഞ്ഞത് കലിയിൽ നശിച്ചിടിലും ഇത് വീണ്ടും വിലസും കൃതം തുടർന്നിടിൽ. അങ്ങനെ ഏറ്റവും ചെറിയ ഒരു സർഗ്ഗമാണ് 226 ഇക്ഷ്വാകു വംശ സംക്ഷേപം. എത്ര? 15 ശ്ലോകമേ ഉള്ളൂ. അതിൽ പിന്നെ ഒന്നും വേദാന്തമൊന്നും പറയാനില്ല, ഞാനങ്ങനെ വായിച്ചു പോയി അവസാനിപ്പിച്ചു, മാത്രമല്ലേ. അപ്പോൾ അതോടുകൂടി പറഞ്ഞു, ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ വിഭൂതികാണ്ഡേ ഷഡ്വിംശാധികദ്വിശതമസർഗഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മനസ്സിലായില്ലേ? ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.